ചേച്ചി എന്നതാ കാണിക്കുന്നേ? വിവേകത്തിന് കെട്ടഴിച്ചോട്ടെ. മനസ്സില്ല. ഒന്ന് ചെല്ല് സച്ചിയേട്ടാ. നിന്റെ ചേട്ടനില്ലേടാ? ചേട്ടൻ നാട്ടുകാർ മൊത്തം കണ്ടോണ്ടിരിക്കുക. നിന്നെയാണെങ്കിൽ ഞാൻ എന്നെ ചെയ്യാനാ? ചെല്ല് ചെല്ലേ പറഞ്ഞേ. അത് ശരിയാകത്തില്ല. ആൾക്കാർ ഒത്തിരി വരുന്നുണ്ട്. എനിക്കൊന്നും അറിയാൻ മേല. കഥ കൂട്ടിയേക്കോ? പ്രശ്നമാവോ ഐഷു? എന്ത് പ്രശ്നം? നമ്മളിത് ആദ്യം പ്രതീക്ഷ. ഹലോ, പറമിതിനെ. എടോ, ലൈവ് ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുക. വ്യൂവേഴ്സ് 2 മില്യൺ കഴിഞ്ഞു. ഞാൻ കാണുന്നുണ്ട്. ഓ, കമന്റ്സിന്റെ പെരുന്നാളാ. പക്ഷെ കൂടുതലും അയാൾക്ക് സപ്പോർട്ടാ. അത് കാര്യം കണ്ട ഞരമ്പ് രോഗികളല്ലേ കൂടുതലും. അയാൾക്ക് പറയാനുള്ളത് കേൾക്കണമെന്നാ കൂടുതൽ ആൾക്കാരും. നമുക്ക് നോക്കാം. അതെ, ഇയാളുടെ കെട്ടഴിക്കണമെന്ന് ഇയാൾ പറയുന്നതൊക്കെ കേൾക്കണമെന്നും പറഞ്ഞ് ഒത്തിരി പേര് കമന്റ് ചെയ്യുന്നുണ്ട്. എന്താ വേണ്ടേ? ഇയാള് പറയട്ടല്ലേ. ഡിയർ വ്യൂവേഴ്സ്, ഞങ്ങൾ ഇയാളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനോ മനുഷ്യാവകാശത്തിനോ ഒന്നും എതിരല്ല. ഇയാൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇയാൾ പറഞ്ഞോട്ടെ, അല്ലെ? നമുക്ക് കേൾക്കാം. ഐഷു പറഞ്ഞത് കേട്ടിട്ടല്ല, ഞങ്ങൾ അനുഭവിച്ചതാ. ഞങ്ങൾ തുറന്നു പറഞ്ഞത്. എന്റെ കൂടെ കൂടി എന്റെ കാശ് മുഴുവൻ അടിച്ചെടുത്തിട്ട് ഇയാൾ ഇതും പറയും, ഇതിനപ്പുറം പറയും. ഞാനിതൊന്നും മറുപടി പറയുന്നില്ല. നീ ഇവര് പറയണത് കേൾക്കണ്ട. പിന്നെ ഭാര്യ ആ പ്രിവിലേജ് കൊണ്ട് ഇനി ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട. ഇവൾക്ക് വട്ടാടാ. നീ എന്നെ ഓഫീസിലത്തെ പണിക്ക് നിൽക്കല്ലേ, പൊക്ക അവിടുന്ന്. ഇല്ലെങ്കിൽ നിന്നെ ഞങ്ങള് പിടിച്ചെടുക്കും. ഇനി കേട്ടാലേ നമ്മുടെ മാന്യത പോവും. സിത്താരെ, മതിയാക്കാം. പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണമെന്ന് ഒരുപാട് സ്ത്രീകളുടെ കമന്റ്സ്. കേസ് കൊടുക്കാൻ തയ്യാറല്ലാന്ന് ഇവര് ആദ്യമേ പറഞ്ഞതാ. ഇയാളെ എക്സ്പോസ് ചെയ്യാ, അതാണ് ഇയാൾക്കുള്ള ഏറ്റവും വലിയ ശിക്ഷ. മൈ ബോഡി മൈ പ്രൈഡ്. ഇത് ഞങ്ങൾ തുടങ്ങി വെക്കുന്ന ഒരു സമരമാണ്. ഇത് ഏറ്റെടുക്കാൻ ഒരുപാട് സ്ത്രീകളുണ്ടാവും. അതുവരെ ഇയാള് ഇതുപോലെ ഇവിടെ കിടക്കും. ഇയാളുടെ മനുഷ്യാവകാശങ്ങളൊന്നും ഞങ്ങൾ നിഷേധിക്കുന്നില്ല. ടോയ്ലറ്റിൽ പോവാനും കിടന്നുറങ്ങാനും ഫുഡ് കഴിക്കാനും ഒക്കെ ഞങ്ങൾ ഇയാൾക്ക് സമയം കൊടുക്കും. അതുകൊണ്ട് തൽക്കാലം ഈ ലൈവ് ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കാം. നാളെ രാവിലെ 8 മണിക്ക് ഞങ്ങൾ വീണ്ടും ലൈവിൽ വരും. ഇതിനിടയിൽ ചില അപ്ഡേറ്റ് വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യാം. നാളെ നിങ്ങൾ പറയുന്ന പോലെ ഞങ്ങൾ തീരുമാനിക്കും ഇയാളെ എന്താ ചെയ്യേണ്ടതെന്ന്. സോ ഇറ്റ്സ് മീ ഐഷു സൈനിങ് ഓഫ്. ഗുഡ് നൈറ്റ്. അയ്യോ, തീർന്നോ? ഇത് തന്നെ സീരിയലോ എപ്പിസോഡായിട്ട് കാണിക്കാൻ? എന്നാലും ആ പെണ്ണുങ്ങൾ മൂന്നും എന്നെ കിടുവല്ലേ? പിന്നെ അല്ലാണ്ട് നിനക്ക് അങ്ങനെ തോന്നിയോ? പിന്നെ വെറുതെ ഇരിക്കുക, മനുഷ്യൻ ടെൻഷനായിട്ട് വരാം. ഹലോ സാർ, എന്തോന്നാണോ താൻ അവിടെ ചെയ്തോണ്ടിരിക്കുന്നത്? തന്റെ സ്റ്റേഷൻ ലിമിറ്റിലാണോ അതൊക്കെ നടക്കുന്നത്? എന്താ സാർ? എന്താണോ താൻ സോഷ്യൽ മീഡിയ ഒന്നും കാണുന്നില്ലേ? ഓ അതോ, അത് കണ്ടോണ്ടിരിക്കുന്നു സാർ. എന്നിട്ട് ഇതെന്താ സിനിമയാണോ കണ്ടിരുന്ന് രസിക്കാൻ? എടോ, അവിടെ ഒരു ക്രൈമാണോ നടന്നുകൊണ്ടിരിക്കുന്നത്? പോയി അന്വേഷിക്കണോ? ശരി സാറേ. സച്ചിയേട്ട എന്റെ കൂടെ വന്നേ, നമുക്ക് സ്റ്റേഷനിൽ പോയി ഒരു പരാതി കൊടുക്കാന്ന്. കൂട്ടോ അത് പിന്നെ വലിയ പുലുവാലാകും. സച്ചിയേട്ട വന്നേ, ഞാൻ സംസാരിക്കാൻ സിത്താരിച്ചോട്. കേറ്. വണ്ടിയുടെ വന്നേ, അങ്ങോട്ട് ഇറങ്ങി വരാണ്ട. ഞങ്ങളെല്ലാം കൂടി വാതിലടിച്ച് വിളിച്ചേക്കട്ടെ. വേണ്ട വേണ്ട വേണ്ട, അത് ഗായത്രി സംസാരിക്കും. സിത്താരിച്ചി, കഥവ് തുറക്ക്. ഞാനാ ഗായത്രി. എന്നെ നോക്കിയേക്ക്. അല്ല ചോപ്പ വന്നേ ഇങ്ങോട്ട്. ഞാൻ സിത്താരച്ചി, ആ കീ ഇങ്ങോട്ട് എടുത്തേ. സിത്താരച്ചി, കഥ തുറക്ക്. ഞങ്ങൾ അകത്തോട്ട് വരാം. ഗായത്രി പൊക്കോ, ഇതിൽ ഇടപെടണ്ട. എന്നതേ കാണിക്കുന്നേ? ക്യാമറ മാറ്റ്. ഇത് ഞങ്ങളുടെ കുടുംബകാര്യാ. ചേച്ചി, ആദ്യം ലൈവ് നിർത്താൻ പറ.
അനിയനും ഭാര്യ. പ്ലീസ് ഗായത്രി പൊക്കെ, നിങ്ങൾ ഇവിടെ നിന്ന് കൂടുതൽ പ്രശ്നമാവും. ചെല്ല്. ചേച്ചി ചേച്ചി ചെല്ല്. പ്ലീസ് ചേച്ചി ചേച്ചി പോലീസ് എത്തി. സാരല്ല, ടെൻഷൻ ആവണ്ട. എന്തത് എല്ലാരും മാറിക്കണ് അല്ല മാറുന്നേ എല്ലാരും അങ്ങോട്ട് മാറുന്നേ. അക്രമം സാറേ ഈ കാണിക്കുന്നത്. വിവേകേട്ടൻ തുറന്നുവിടാൻ പറയും. ഞാനാരാ ഫ്രണ്ടാ സാറേ, വിവേകേട്ടൻ അവർ കിഡ്നാപ്പ് ചെയ്തേക്കുവാ. പെട്ടെന്ന് മോചിപ്പിക്ക് സാറേ. മാർക്ക് എന്തെയ്യുന്നത് ഞങ്ങൾ തീരുമാനിച്ചോളാം. നിനക്കൊന്നും വേറെ പണിയില്ലടോ, വീട്ടിൽ പൊക്കെ. ഇതിനകത്താണോ ആ സാറേ, അതെ. ചാവിയുടെ അത് അവരയില്ലാന്നേ. സാറേ ഹാൻഡ് കഫ് എടുത്തില്ല. എന്തിനടോ അല്ല അറസ്റ്റ് ചെയ്യേണ്ട വന്നാൽ. അകത്ത് സ്ത്രീകളടോ. ഓ സച്ചേട്ടാ നിക്ക്. സിതാരച്ചി ദേണ്ട പോലീസ് വന്നേക്കുന്നു. കഥ തുറക്ക്. വിടറി. ഏയ്. വിട്. കഥ തുറക്കടി. അതെ, എടി പൊടിയൊന്നും വിളിക്കണ്ട, മര്യാദയ്ക്ക് സംസാരിക്കും. ഓ എന്നാ പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് ബൈബിൾ വായിക്കാം. എന്നാ മേഴ്സി കൂൾ കൂൾ. പെങ്ങളെ നമുക്ക് ശാന്തമായിട്ട് പരിഹരിക്കാം. ആദ്യം ക്യാമറ ഒന്ന് മാറ്റും. സാറുമാരിപ്പോ പൊക്കെ. അല്ല, അകത്തൊരു ക്രൈമല്ലേ നടക്കുന്നത്. IPC 308. അപ്പൊ ഞങ്ങൾക്ക് കൈയും കെട്ടി നോക്കി നിൽക്കാൻ പറ്റുമോ? കഥകും തുറക്ക്. സൗകര്യമില്ല, സാറുമാര് ചെന്നാട്ടെ. അങ്ങനെ പോകാനല്ലടി ഞങ്ങൾ വന്നത്. കഥ തുറക്കും. മേഴ്സി പെങ്ങന്മാരെ ഒരു കോംപ്രമൈസ്. ആ ചാവി കിട്ടും. നടക്കില്ല സാറേ, ഞങ്ങൾ രണ്ടും കൽപ്പിച്ച വന്നിരിക്കുന്നേ. ഇനി പ്രൊവോക്ക് ചെയ്യാൻ നിന്നാ ഞങ്ങളുടെ കയ്യിൽ സൈനൈഡ് ഉണ്ട്. സാറുമാർ രണ്ടുപേരും തൂങ്ങും. അതോ വേണ്ട വേണ്ട. ആ അച്ഛനടച്ച് പെങ്ങന്മാര് റിലാക്സ് ചെയ്തോ. പ്ലീസ് പ്ലീസ്. ഓക്കെ കുട്ടികൾ ഓക്കെ. സൈനീടോ? നിന്നെ എവിടുന്ന സൈനീട്? ഈ സമയത്ത് വേറൊരു നമ്പർ നടക്കൂല. എന്തൊരാവേശായിരുന്നു മേഴ്സി. അത് പിന്നെ സാറേ, നമുക്ക് പെർഫോം ചെയ്യാൻ കിട്ടുന്ന ഒരു ഏരിയ അല്ലേ, സ്ത്രീകളല്ലേ. സച്ചേട്ടൻ പോവാണോ? ഇനി ഞാനിവിടെ എന്നാ പരിപാടിയാണ്. ഹലോ സാറേ. എടോ താനെവിടെയാ? ഞാൻ സ്പോട്ടിലുണ്ട് സാർ. CM-ന്റെ PA വിളിച്ചിരുന്നു. ചാടി കയറിയപ്പോ ഒന്നും ചെയ്യാൻ നിൽക്കണ്ടെന്ന ഇൻസ്ട്രക്ഷൻ. പെട്ടെന്ന് അത് നിങ്ങൾ കസ്റ്റഡിയിൽ എടുത്താ പീഡനക്കാരന്റെ കൂടെ പോലീസ് എന്നാവും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാം. ഓക്കെ സാർ. പക്ഷെ ആ സ്ത്രീകള് സൈനൈഡായിട്ട് നിപ്പ്. അതൊക്കെ വെറും ഭീഷണിയാടോ. ഇത് ഇത്ര ആൾക്കാരെ സ്ഥിരം അടവാ. എന്നാലും എന്തെങ്കിലും സംഭവിച്ചാ എന്റെ തലയിലാവില്ല സാറേ. ഞാനൊരു ഹാർട്ട് പേഷ്യന്റ് അല്ലേ. എന്നാ താൻ പോയി വല്ല ICU എടുക്കടോ. എടോ അകത്ത് കയറാൻ നിൽക്കണ്ട, അവിടെ സർവൈലൻസ് ഇട്ടാ മതി. ശരി സാർ. അതെ, നിങ്ങളെന്നൂടെ ഡ്യൂട്ടിക്ക് ഇടാ. അയ്യോ സാറേ, അത് പിന്നെ വെറുതെ ഒന്ന് നിർത്താ മതി, നാട്ടുകാരെ കാണിക്കാൻ. മോളിൽ നിന്നുള്ള ഓർഡറാ, മനസ്സിലായാ? ഓ അപ്പൊ നമ്മള് ഗാലറിയിൽ ഇരുന്ന് കളി കാണണം, അത്രയല്ലേ ഉള്ളൂ സാറേ. മേഴ്സിയെ സൈനൈഡ് കേസാ, മറക്കണ്ട, പണി പോവും. അക്ഷിതേ ഒന്ന് മേഴ്സിനൊന്ന് തണുപ്പിച്ചു കിട്ടാം. അതൊക്കെ എന്റെ പേര് നമ്പറിലായിരുന്നു സാർ. ചെന്നിട്ട് 5-6 ഗുളി കഴിക്കേണ്ടതാ. ഇറങ്ങട്ടെന്നാ. ശരി. ആരും പോയില്ല ഇതുവരെ. പറഞ്ഞു വിടറോ എല്ലാത്തിനും. ഒരു വിവേകമില്ലാതെ വണ്ടി വിട്ടോ. ലൈക്സും ഉണ്ട് ഒരുപാട്. ഇത് എവിടുന്നൊക്കെയാ? ജർമ്മനി, UK, US, UAE. നിന്റെ ചാനൽ ഒരൊറ്റ രാത്രി കൊണ്ട് കത്തിക്കയറി. എനിക്കിട്ടാ പോരെ തെറി അല്ലേ? ഞാനൊന്നും മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല. മെയിലീഗോ പോയി ചാവൻ പറയാമാരോട്. ഏയ് നീ ഒരു കമന്റ് കണ്ടോ? 22 ഫീമെയിൽ ആണ് ക്ലൈമാക്സ് എങ്കിൽ അത് ലൈവില് കാണിക്കണോന്ന്. പേടിയുണ്ടാ? ഞാൻ പിന്നെ എന്നാ ചെയ്യണമായിരുന്നു അമ്മ പറയുന്നേ. ആ ഞാൻ അങ്ങോട്ട് വരുന്നില്ല, പോരെ. എങ്കിൽ ചേട്ടായിയോട് പുറത്തിറങ്ങണ്ടെന്ന് പറഞ്ഞേരെ. ആ ശരി, ഞാൻ വെക്കുവാ. എന്റെ അമ്മ ബന്ധുക്കളൊക്കെ വിളിച്ച് ആകെ സീനായി. അവരുടെയൊക്കെ മാനം പോയെന്ന്. ഒരു കണക്കിന് അവര് പറഞ്ഞ ശരിയല്ലേ. വേറെ എന്നൊക്കെ മാർഗങ്ങളുണ്ടായിരുന്നു എനിക്കെല്ലാം ഒഴിവാക്കാൻ. ഇതൊക്കെ നാട്ടുകാരോട് വിളിച്ചു പറയേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്നാ അമ്മ ചോദിക്കുന്നത്. വേണ്ടായിരുന്നു എന്ന് ഇപ്പൊ തോന്നുന്നുണ്ടോ? എന്നാലും ഒറ്റ രാത്രി കൊണ്ട് അയാളെ ലോകത്തിന് മുന്നിലൊരു കോമാളിയാക്കി അല്ലേ? ഇനി സെന്റി അടിച്ചാ നമ്മൾ എവിടെ എത്തൂല കേട്ടോ. രാത്രി മനുഷ്യൻ പണിയുണ്ടോ ഓരോന്ന്. ഇപ്പൊ അകത്ത് എന്തോ പരിപാടി? എന്നാ പരിപാടി? നിങ്ങൾ ഇതുവരെ പോയില്ലേ? അതെ, വെറുതെ ഞങ്ങൾക്ക് പണി ഉണ്ടാക്കാതെ ആ സൈനൈഡ് ഇങ്ങെടുത്തേ. ആ അത് ആവശ്യമുള്ളപ്പോ എടുത്തോളാം. സാറുമാര് വിട്ടോ, ഇന്നിനി റെസ്റ്റാ. നാളെ ലൈവ് തുടങ്ങുമ്പോ വന്നാ മതി. അത് ഞങ്ങൾ തീരുമാനിച്ചോളാം. കൂടുതൽ വിളച്ചെടുത്താലേ എന്റെ തനി സ്വഭാവം നീയൊക്കെ കാണും. എന്നെ നിനക്കൊന്നും അറിയാമല്ലോ. വെറുതെ പ്രഷർ കൂട്ടല്ലേ. സാറ് പറഞ്ഞേച്ചും പോയി തോർന്നില്ലേ? ശരി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. പോവാണേ. പാവം പിള്ളേർ വെറുതെ ചൂടായി.
അല്ല സാറേ നമ്മൾ ഇവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യാനാ ഉറങ്ങാൻ ഒരു ഷീറ്റ് പോലും എടുത്തിട്ടില്ല. എവിടെങ്കിലും ഒക്കെ കിടക്കാൻ മേല ഇപ്പൊ എന്നാ ചെയ്യാനാ? അല്ല അക്ഷിതേ, ഇവര് ഈ ലൈവിൽ പറഞ്ഞതുപോലെ തണ്ട് കെട്ടിയവനും വല്ല പരാക്രമം കാണിക്കാറുണ്ടോ? കിട്ടുവേ. പോലീസിന്റെ വില കളയില്ല സാറേ. വേറെ വല്ല സ്റ്റാൻഡേർഡ് ജോക്കും പറ.